ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ടവരത്തിൽ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപ എവിടെയും കുഴപ്പമില്ല. പ്രൈസമോന് ഒത്തിരി കുറവുണ്ട്. അപ്പം ഇപ്പം ഞങ്ങളുടെ ഡാഡിയുടെ ഒരു ബ്രദറുണ്ട് പൂനെയിൽ. മോൻ്റെ കൂടായിരുന്നു, മൂത്ത ബ്രദർ. 92 വയസ്സുണ്ട്. അപ്പച്ചൻ ഓഫായെന്ന് പറഞ്ഞിപ്പോൾ ഫോൺ ചെയ്ത് വയ്യാതൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലൊക്കെ ഇരിക്കുക. അപ്പോൾ ഫ്യൂണറൽ എന്നാന്ന് ഡിസൈഡ് ചെയ്തില്ല. ഒരു മോൻ ഗൾഫിലാണ്, അപ്പോൾ അതനുസരിച്ച് പോകാനിരിക്കുക. അങ്ങനെ ഒരു വിഷമ വാർത്തയാണ് ഇപ്പോൾ വൈകിട്ട് കേട്ടത്. പിന്നെ പ്രൈസമോന് വയ്യാന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി പേര് അയ്യോ മോന് വയ്യേ, മോന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ഒരു വയ്യാതിരിക്കുകയോ എന്തെങ്കിലും ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു ആശ്വാസവാക്ക് പറയുന്നത് നമുക്ക് പകുതി അസുഖവും മാറും. അപ്പം ഞാനിപ്പം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ എൻ്റെ മോൻ ഇങ്ങനെ പറഞ്ഞെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് നമുക്കൊക്കെ ആരൊക്കെയോ എവിടേക്കോ ഉണ്ടെന്നുള്ള ഒരു ഒരു മനസ്സിനൊരിത് വരും. അപ്പം നമ്മൾ വയ്യാതെ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് അയ്യോ എങ്ങനെയുണ്ട് വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനൊക്കെ നമ്മുടെ പകുതി അസുഖം മാറും. പ്രൈസമ്മോനെ, ഞാൻ അപ്പം പലരും കമൻറ്റ് ഇങ്ങനെ ഇട്ടുണ്ടേ. ഞാൻ മോനെ കാണിച്ച് ഇങ്ങനെ കാണിക്കുമല്ലോ, അവനോട് ഞാൻ പറഞ്ഞ് ആൻറ്റിമാരിങ്ങനെ മോൻ്റെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മോൻ എളുപ്പം അസുഖം കുറഞ്ഞത് അതുകൊണ്ടാണെന്നൊക്കെ. പ്രൈസാൻ നീ വന്നേ. ഒത്തിരി ആൻറ്റിമാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. കുഞ്ഞിൻ്റെ മുഖം കണ്ട ഒരു പാവമാണ്. ഈ പാവത്തിൻ്റെ മുഖം ഗെയിം കളിക്കുന്ന സമയത്തേ തോക്കണം, അന്നേരം അറിയാം ഇവിടെ ജുളു 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 ജുളു. ഒത്തിരി ആൻറ്റിമാർ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതുകൊണ്ടാണ് മോൻ്റെ അസുഖം പെട്ടെന്ന് കുറഞ്ഞത്. താങ്ക് യു പറഞ്ഞേ. എല്ലാം മാറൂ. ക്ഷീണിച്ച് 2-3 ദിവസങ്ങളൊന്നും അങ്ങനെ കഴിപ്പില്ല. കഴുത്തൊക്കെ അങ്ങ് വല്ലാതായല്ലോ മക്കുലു. നാളെയും കൂടെ കഴിയുമ്പോഴത്തേന് എക്സാം തീരും, കുഞ്ഞ് ഫ്രീ. നാളെ കുഞ്ഞിൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് മറാഠി. അപ്പോഴത്തേന് കുഞ്ഞ് ഫ്രീ ആയി. ഓക്കെ, ഇപ്പം പനിയൊന്നുമില്ല, ഇടയ്ക്ക് എന്നാലും ഉണ്ട്, പക്ഷെ ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല. വിതേച്ച് പറഞ്ഞ വിജി കോഴിമുട്ട കൊടുക്കാതെ താറാമുട്ട വാങ്ങിക്കുക. താറാമുട്ട ഇവിടെ ഒന്നും കിട്ടാറില്ല. എന്നിട്ട് ഈ ചൂടും പിടിച്ച് കോഴിമുട്ടയ്ക്കും വിലക്കുറവില്ല, ചിക്കനും വിലക്കുറവില്ല, കൂടുന്നല്ലാതെ. ഞങ്ങളുടെ അപ്പുറത്ത് മുസ്ലിങ്ങളാണ്. അപ്പം ഈ വരുന്ന മുട്ടക്കാരൻ്റെ അവരാണെങ്കിൽ ആ സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ വാങ്ങിക്കുമ്പോൾ 30 മുട്ട വാങ്ങിച്ചാൽ നമുക്ക് ഞാനൊരു ചിലപ്പം 10-20 ദിവസമൊക്കെ നിൽക്കും, ചിലപ്പം 15 ദിവസം നിൽക്കും, അത് പറയാനൊക്കത്തില്ല. അവിടെ ആണെങ്കിൽ മിക്കവാറും ഞാൻ നോക്കിയിട്ട് ഒന്നട വിട്ട് അവർ 2 ഫാമിലികൾ ഒരു മീൻസ് 2 ഫ്ലാറ്റ് എടുത്ത് അങ്ങനെ ആളുമുണ്ട് അവിടെ. ആ ഡസൻ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലേ, ഈ രണ്ട് സ്റ്റാൻഡാണ് വൈകിട്ട് അണ്ടക്കാരൻ വരുമ്പം കൊടുക്കുന്നത്. സ്റ്റാൻഡോടെ അങ്ങ് വാങ്ങിക്കും, പിന്നെ പിറ്റേ ദിവസം കൊടുക്കും. പിന്നൊന്നുമില്ല, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഓക്കെ, ഇപ്പം രാവിലെ അപ്പം ഉണ്ടാക്കുന്നത്. അപ്പത്തിന് ഇന്നലെ അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതൊന്ന് ഞാനിപ്പോൾ ഇച്ചിരി ഉപ്പുനീരൊക്കെ ചേർത്തിട്ട് അതൊന്ന് മാവൊന്ന് കലക്കി അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ടക്കറിക്കായിട്ട് ഞാനിവിടെ ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളൻകിഴങ്ങും ചേർക്കുന്നുണ്ട്, അന്നേരം ഒരു നല്ലൊരു കൊഴുപ്പ് നമ്മുടെ കറിക്ക് കിട്ടും. ഉരുളൻകിഴങ്ങും സവാളയും ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തോട്ടിട്ടിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ടൊന്ന് നന്നായി ഇളക്കി കുറച്ച് നേരം അടച്ചു കൊടുത്ത് അതൊന്ന് ആവിയിലൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇന്ന് പെട്ടെന്ന് എല്ലാ ജോലികളും ഒക്കെ ഒന്ന് തീർക്കണം ഉച്ചക്കത്തേക്ക്. അപ്പോൾ എനിക്കിന്ന് ഇത്തിരി ബീഫ് അച്ചാർ ഇടാനുണ്ട്.
അപ്പോൾ അതനുസരിച്ച് ജോലികൾ പെട്ടെന്ന് തീർക്കണം. ഉച്ചയ്ക്ക് അങ്ങനെ അധികം കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട്, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണം. അതനുസരിച്ച് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തുണികൾ കഴുകാൻ, എന്നും തുണികൾ കഴുകാൻ കാണുമല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം. നമ്മൾ അച്ചാറൊക്കെ ഓർഡർ പ്രകാരം അനുസരിച്ചാണ് ഇടുന്നത്. എന്നിട്ട് കുറച്ചങ്ങനെ ഇച്ചിരി എക്സ്ട്രാ ഇടും. അങ്ങനെ ഒത്തിരി അങ്ങ് ഉണ്ടാക്കി വെക്കാറില്ല. കാരണം നമ്മൾ അധികം പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് അധികം നാൾ നമുക്ക് വെക്കാൻ പറ്റത്തില്ലല്ലേ, അതനുസരിച്ച്. അപ്പം മീൻ ഇപ്പോൾ ഇത്തിരി കിട്ടാൻ പ്രയാസമുണ്ട്. അപ്പം മീനൊക്കെ ഇന്ന് എനിക്കിപ്പം ബീഫ് അച്ചാർ ഇടേണ്ടിയത്. ബീഫ് അച്ചാറിനേക്കാളും മിക്ക ആൾക്കാർക്കും വേണ്ടിയത് മീനച്ചാറാണ്. അപ്പോൾ അതിപ്പം മീൻ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാനിവിടെ നമ്മുടെ ഈ കിഴങ്ങൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഞാനത് കുറച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ തവിയുടെ മൂടും കൊണ്ടേ. ഇതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും ഗരം മസാലയും ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മിക്കവാറും ഞാൻ മുളക് പൊടി ചേർക്കാറില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. ഇന്നിപ്പം ഇച്ചിരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുള്ള കറിയാണ്. അപ്പോൾ ഈ നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് നല്ലൊരു കൊഴുപ്പ് നമ്മുടെ കറിക്ക് കിട്ടും. എന്നിട്ട് ഞാനൊരു ഇച്ചിരിയും തേങ്ങ ഇത്തിരി 2 ഏലക്കായ കൂടെ ഇട്ടിട്ട് കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്ത് അരച്ചിട്ട് ആ തേങ്ങയും കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മസാലയെല്ലാം ഞാനൊന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്, ആ ആവി കിടന്ന മസാലയൊക്കെ ഒന്ന് നന്നായി വേവാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ചെറിയ തീയിൽ ഞാൻ അവിടെ ഇട്ടിരുന്ന് അതിന് ശേഷം മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നോണ്ടേ ആ തേങ്ങയും കൂടി അരച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് നമുക്കതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡിയാവും. ഞാൻ പിന്നെ പാലപ്പത്തിന് നമ്മൾ മാവരയ്ക്കുവാന്നേരം ചിലപ്പം 2 തവ വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്നത്, അപ്പച്ചട്ടി വെച്ചാൽ ഉണ്ടാക്കുന്നത്. പിന്നെ ചിലപ്പോൾ ഞാൻ ദോശക്കല്ലിലൂടെ ചുട്ട് ഉണ്ടാക്കും. ഇല്ല, നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കത്തില്ല അതുപോലെ, അതിവിടെ പോളിനൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ചിന്തിച്ചെന്നാൽ 2 ചട്ടിയിലങ്ങ് ഇത്തിരി സമയം എടുക്കുമല്ലോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ 2 എണ്ണത്തിലൂടെ വെച്ചാൽ ഈ അപ്പം ഉണ്ടാക്കുന്നത് മിക്കവാറും. ഞാനിതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട റെഡിയായി. അപ്പോൾ ഇനി അപ്പം ചുട്ടെടുക്കട്ടെ. ഞാൻ 2 പാനൂടെ വെച്ചിട്ട് തവയും കൂടെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ആദ്യത്തെ ഒഴിച്ചെണ്ണ ഒരു ഇച്ചിരി ചൂട്, ഞാൻ ആ തവയൊന്ന് ചൂടാവാനായിട്ട് എടുത്ത് വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിരുന്നു. പിന്നെ കുറയ്ക്കാനൊന്നും മറന്നുപോയി. അതുകൊണ്ട് ആദ്യത്തെ അത് പെട്ടെന്ന് അങ്ങനെ എനിക്ക് അരിവൊക്കെ ഇങ്ങനെ മൊരിയുന്നതിനോട് താല്പര്യമില്ല. എനിക്ക് സോഫ്റ്റ് അപ്പോൾ ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ ഞാനെല്ലാം ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ മാവ് ഞാൻ അരച്ചത് എങ്ങനെയാണെന്നോ, 2 ഗ്ലാസ് പച്ചരി, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, എന്നിട്ട് അരയ്ക്കാൻ പിന്നെ നമ്മൾ തേങ്ങ അരയ്ക്കുക. തേങ്ങയും ചോറൂടെ. തേങ്ങ ഞാനൊരു 1 കപ്പ് തേങ്ങ, 2 കപ്പ് അരിയാണെങ്കിൽ 1 കപ്പ് തേങ്ങ, അതിലേക്ക് ഒരു കപ്പ് ചോറൂടെ ചേർത്ത്, എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റേ ഞാൻ ചേർത്തുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ അപ്പോൾ ഈസ്റ്റിൻ്റെ ഒരു മണത്തിന് വേണ്ടിയാണ് ഞാൻ ഈസ്റ്റ് ചേർത്തത്. അല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം ഞാനവിടെ പാല് കാച്ചാൻ കുക്കറും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പച്ചട്ടിയുടെ അടപ്പിന് പകരം ഞാൻ ആദ്യം കുക്കറിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഇനി ഞാൻ അപ്പം ചുട്ടെടുക്കട്ടെ. ഇപ്പോൾ ചോറിന് പകരം വെള്ള അവൽ ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റുമായിട്ടിരിക്കും. അപ്പം നല്ല വെള്ള കളറുമായിട്ടിരിക്കും. ഞാനിപ്പം അവൽ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവലേ ചേർക്കത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചോറ് ചേർത്തത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിങ്ങനെ ഇച്ചിരി കടക്കായിട്ട് ഇരിക്കുമെങ്കിലും തണുക്കുന്ന ഉടനെ അപ്പം അങ്ങ് സോഫ്റ്റായിട്ട് ഇരിക്കും. ഇപ്പം വെക്കുന്ന ഉടനെ നമ്മളുണ്ടാക്കി വെക്കുന്ന ഉടനെ എടുത്ത് വെക്കുന്ന ഉടനെ ആ സൈഡൊക്കെ ഇത്തിരി കടക്കായിട്ടിരിക്കും. പിന്നെ അത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ.
പിന്നെ ഞാൻ പെട്ടെന്നൊരു കുക്കർ അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് കുറച്ച് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ചേർത്തിട്ട് അതൊരു വിസിലടിക്കാനായിട്ടൊന്ന് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതടപ്പത്ത് വെച്ചിട്ട് ഒരു പയർ തോരൻ വെക്കുന്നുണ്ട്. പയറൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഉപ്പും ഇതെല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് നന്നായി ഞെവിടിയിട്ട് പിന്നെ ഓയിലൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ചിട്ട് അടപ്പത്ത് വെച്ചാൽ പിന്നെ പയർ തോരനും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. ഇതൊക്കെ ഒതുക്കിയിട്ട് ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിട്ട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ അച്ചാറിൻ്റെ പരിപാടി, ബീഫൊക്കെ ഒന്ന് ഞാൻ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് കഴുകി വാരി എടുത്തിട്ട് പിന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ എപ്പോഴും അച്ചാർ കാണിക്കുന്നതല്ലേ. ഉച്ചക്കത്തൊക്കെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവകാശം പിന്നെ ടെൻഷനില്ല. അല്ലെങ്കിൽ ജോലി പകുതി ഇട്ടിട്ട് നമുക്ക് പിന്നെ അതിൻ്റെ പുറകെ പോകാനൊക്കത്തില്ല. അച്ചാറൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് സാവകാശം നിന്ന് അത് ചെയ്താലേ ഒക്കത്തുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് ഇന്നലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി ഒരു സൈഡിലാക്കിയിട്ട് വേണം എനിക്ക് അത് തുടങ്ങാനായിട്ട്. അച്ചാർ വേണ്ടിയവർ ഞാൻ ഈ വീഡിയോയുടെ കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട് നമ്പർ, ബിസിനസ് നമ്പർ. അതുപോലെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ ചിലർ കമൻറ്റിൽ ചോദിക്കും റേറ്റ് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഞാൻ അവിടെ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി, നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുവേ. ഇപ്പം ഞാൻ ഇതൊന്ന് എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ തോരനൊക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ അകത്ത് ഒരു വിസിൽ വന്നിട്ട് ഞാൻ കുറച്ച് പ്രഷറൊക്കെ ഒന്ന് തുറന്ന് വിട്ട്, അല്ലെങ്കിൽ അത് മൊത്തത്തിലങ്ങ് ഇതാകും. അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ലിക്വിഡായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതൊരു ചീനച്ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അരപ്പരച്ച് ചേർത്തിട്ടുണ്ട്. അരപ്പിന് തേങ്ങ, ഞാൻ വെളുത്തുള്ളിയും ചേർക്കും അവിയലിന്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇവിടെ പിള്ളേർക്ക് ഈ വെളുത്തുള്ളിയുടെ ഒക്കെ മണം കൊണ്ടാണ് അവർക്ക് അത് ഇഷ്ടപ്പെടുന്നത്. കുറച്ച് ജീരകം, പച്ചമുളക്, കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി, ഇല്ലെങ്കിൽ സവാള ചേർക്കും. അതെല്ലാം കൂടെ അരച്ചൊന്ന് ചേർത്തിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി ചാറ് വേണം, പിള്ളേർ ആ ചാറാണ് കൂട്ടിയാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പെരട്ടിയുള്ളതല്ല ഇഷ്ടം. എന്നിട്ട് ഞാനിത് നന്നായി, അവിയലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ കൂട്ടാൻ വേണ്ടല്ലേ. ഇന്നാളി ആരോ പറഞ്ഞ പോലെ അവിയലും ഇച്ചിരി മീൻ ചാറും കൂടെ ആണെങ്കിൽ പിന്നെ സുഖം, വേറൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല. ഈ അവിയൽ ഇപ്പോൾ ഇത്തിരി ലിക്വിഡായിട്ടിരിക്കുന്നെങ്കിലും തണുക്കുമ്പോൾ അത് കുറേയും കൂടെ ഒന്ന് സെറ്റായിക്കോളും. അവിയലിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തതുകൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഉണക്കമീൻ ചുട്ടതും ഇച്ചിരി പഴങ്കഞ്ഞിയൊക്കെ കുടിക്കാൻ നല്ലതാണ്. ഇച്ചിരി അവിയലും തൈരും ഒരു 2 കാന്താരിയും ഒരു ഉണക്കമീൻ ചുട്ടതും കൂടെ എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു കഴിപ്പുണ്ട്. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തീരാറായി. അപ്പോൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ അത് കഴിഞ്ഞ് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്ത് എല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ അച്ചാർ പരിപാടിയിലോട്ട് പോയി. ബീഫൊക്കെ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അത് ഇപ്പം മസാല എല്ലാം ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുണ്ട് ഇപ്പം. എന്നിട്ട് ഇതൊന്ന് തിളച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും അത് ഒരു ദിവസമല്ല, ഒരു 4-5 മണിക്കൂറൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും ഇതിലൊന്ന് സെറ്റായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ അതാണ്ട് ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി ഇത് ബോട്ടിലൊക്കെ ആക്കാം. ഒരു ദിവസമൊക്കെ ആയില്ലേ, മസാലയൊക്കെ നന്നായിട്ടെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യണ്ട. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.